ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ പ്ലംബിങ് ചെയ്യുന്നത്, അതായത് കൺസീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കൺസീൽ ഫ്രഷ് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ കുളിക്കുന്ന ഏരിയ, പിന്നെ ആദ്യമേ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയ, ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൺസീൽ ചെയ്യുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഇനി അതുപോലെ തന്നെ താഴെ നിങ്ങൾ കണ്ടോ, ഈ കാണുന്ന പൈപ്പ് ലൈൻ കാര്യങ്ങളെല്ലാം തന്നെ കോൺക്രീറ്റിൻ്റെ താഴത്തെ കോൺക്രീറ്റിൻ്റെ അകത്ത് പോകേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ രീതി കൺസീൽഡ് പൈപ്പിൽ നിന്ന് വന്നിരിക്കുന്ന കൺസീൽഡ് പൈപ്പ് എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജബ്രീറ്റിൻ്റെ കൺസീൽഡ് പൈപ്പ് ആ 4 ഇഞ്ചാണ് വരുന്നത്. അത് നേരെ കൺസീൽ ചെയ്ത് പുറത്തേക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പ്രൊജക്ഷൻ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ബെൽറ്റ് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊജക്ഷൻ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് 4 ഇഞ്ച് നേരെ പുറത്തേക്ക് കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് CPVC പൈപ്പാണ്. അത് ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പുകളാണ് നമ്മൾ ബാത്റൂമിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും വേണ്ടിയിട്ട് CPVC പൈപ്പ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഹീറ്റർ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ പോലും റിട്ടേൺ വന്ന് ഈ പറഞ്ഞ രീതിയിൽ PVC പൈപ്പ് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി, ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പൈപ്പുകളും CPVCയുടെ പൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 4 ഇഞ്ച് പൈപ്പ് നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് കൊണ്ടുപോയി പുറത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രാപ്പിൻ്റെ ഔട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലായതുകൊണ്ട് ഫ്ലോർ വാട്ടർ കണ്ടോ, ഫ്ലോർ വാട്ടറിൽ നിന്ന് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇട്ട് കൊടുത്തതാണ് കണ്ടോ. ജസ്റ്റ് ഒരു കട്ട് ചെയ്തതിന് ശേഷം അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് അകത്തേക്ക് അത് ടൈലിൻ്റെ എന്തെങ്കിലും വഴി താഴേക്ക് ടൈലിൻ്റെ ഈ പറയുന്ന ഫില്ലർ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ അതിലേക്ക് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ പൈപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ഇത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം അവിടെ കെട്ടിക്കിടന്ന് താഴെ നമുക്ക് നനവായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ നനവ് കാര്യങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അതിന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈറ്റിലാണ് നമ്മുടെ കോൺക്രീറ്റ് ലെവൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാഷ് ബേസിന് ഓവർലാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരെ നമുക്ക് വാഷ് ബേസിന് അങ്ങേയറ്റത്തേക്ക് കൊടുത്തു. അതിൽ നിന്ന് വരുന്ന പൈപ്പ് 1.5 ഇഞ്ച് പൈപ്പ് നേരെ ഇതിൻ്റെ മുകളിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഹൈറ്റിൽ കോൺക്രീറ്റ് വരുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. 4 ഇഞ്ചിൻ്റെ മുകളിൽ 1.5 ഇഞ്ച് വന്നു. അപ്പോൾ അത്രയും ഹൈറ്റ് വന്നാലും പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. നേരെ ട്രാപ്പ് കണക്ട് ചെയ്തു. ട്രാപ്പിൽ നിന്ന് നേരെ പുറത്തേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ വേറെ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ ഡൈവേർട്ടർ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടർ സിസ്റ്റത്തിൻ്റെ ഷവർ സിസ്റ്റം, അതിൻ്റെ ഹീറ്ററിൻ്റെ ഓപ്ഷൻ, എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുളിക്കുന്ന ഏരിയ 90 സെൻറ്റിമീറ്റർ, ക്ലോസറ്റിൻ്റെ ഏരിയ 90 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ബാത്റൂമിൻ്റെ അകത്ത് കോൺക്രീറ്റിന് മുന്നിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഏകദേശം ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell